വൈഷ്ണവം PC എഡ്യൂടെക് എന്ന എൻ്റെ ചാനലിലേക്ക് PSC എഴുതുന്ന പ്രിയ കൂട്ടുകാർക്ക് സ്വാഗതം. വരുന്ന 10th ലെവൽ, ഡിഗ്രി ലെവൽ, പ്രിലിംസ് ആൻഡ് മെയിൻസിൻ്റെ പുതിയ ക്ലാസ്സുകൾ ഇന്നു മുതൽ ഈ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് പോകാം. ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് ഡു യു മീൻ ബൈ സെൻറ്റൻസ്? എന്താണ് സെൻറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായും അർത്ഥം വെളിവാക്കുന്ന പദസമൂഹമാണ് വാക്യം അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. പൂർണ്ണമായും അർത്ഥം വെളിവാക്കുന്ന പദസമൂഹമാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ കാണും? ഒരു സബ്ജക്റ്റും ഉണ്ടാവും, ഒരു പ്രെഡിക്കേറ്റും കാണും. ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റും കാണും, ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാകും. ഫസ്റ്റ് വൺ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആഖ്യ. ഒരു വാക്യത്തിൻ്റെ നെയിമിംഗ് പാർട്സ് ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ആഖ്യാതം. ക്രിയ ഉൾപ്പെടുന്ന വാക്യത്തിൻ്റെ ബാക്കി ഭാഗത്തെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വാക്യത്തിൻ്റെ നെയിമിംഗ് പാർട്സ് ആണെന്ന് പറഞ്ഞു. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ക്രിയ ഉൾപ്പെടുന്ന സബ്ജക്റ്റിൻ്റെ ബാക്കി ഭാഗത്തെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ, ദ ഗേൾസ് ആർ ഡാൻസിങ്. ദ ഗേൾസ് എന്നുള്ളത് സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നു. ആർ ഡാൻസിങ് എന്നുള്ളത് പ്രെഡിക്കേറ്റിനെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം. ദ ഗേൾസ് എന്നുള്ളത് നെയിമിംഗ് പാർട്സ് ആണ്, അതുകൊണ്ട് അത് സബ്ജക്റ്റും. ആർ ഡാൻസിങ് എന്നുള്ളത് ക്രിയ ഉൾപ്പെടുന്ന സബ്ജക്റ്റിൻ്റെ ബാക്കി ഭാഗമാണ്, അതുകൊണ്ട് ആർ ഡാൻസിങ് എന്നുള്ളത് പ്രെഡിക്കേറ്റുമാണ്. ഇനി സെൻറ്റൻസിനെ 4 ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രധാനമായും 4 തരത്തിലുള്ള വാക്യമാണുള്ളത്. ഫസ്റ്റ് വൺ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. സെക്കൻഡ് വൺ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. തേർഡ് വൺ ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഫോർത്ത് വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഫസ്റ്റ് വൺ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇത് ഒരു പ്രസ്താവനയായിരിക്കും. എക്സാമ്പിൾ, ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. ജിജിത് ഈസ് എ ജെന്റിൽമാൻ. ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ചോദ്യ രൂപത്തിലുള്ള വാക്യത്തെയാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇത് അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെയായിരിക്കും. എക്സാമ്പിൾ, വെയർ ഡു യു ലൈവ്? ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക്? നെക്സ്റ്റ് വൺ ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഓർഡർ, കമാൻഡ്, ആജ്ഞ, റിക്വസ്റ്റ്, അപേക്ഷ, അഡ്വൈസ്, ഉപദേശം, വാണിംഗ്, മുന്നറിയിപ്പ്, സജഷൻ, നിർദ്ദേശം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സ്റ്റഡി വെൽ, ഓപ്പൺ ദ ഡോർ, പിന്നെ പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. ഇതെല്ലാം ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ സൂചിപ്പിക്കുന്നു. അടുത്തതായി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ആഹ്ലാദം, അത്ഭുതം, ദുഃഖം തുടങ്ങിയ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ്. ഈ വാക്യങ്ങളിൽ നിർബന്ധമായും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ്. ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ്. അലാസ്, ദ പുവർ വുമൺ ഈസ് ഡെഡ്. ഇതെല്ലാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ സെൻറ്റൻസ് എന്ന ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.